ഇതെടുക്കട്ടെ അതോ ഇതെടുക്കാം? എന്നിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. നമ്മുടെ മത്തനെല്ലാം റെഡി. ചൂടുണ്ട്, മുള്ളുണ്ടാവും. എങ്ങനെയുണ്ട്? സൂപ്പർ. Hello and welcome back to Ash and Ash Vlogs. Continuing the recipe series, നമ്മുടെ തേർഡ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് അമ്മുമ്മയുടെ സ്പെഷ്യൽ മീൻ ഫ്രൈ ആണ്. ബട്ട് ഫിഷ് മത്തയിലയില് പൊരിക്കുക, പൊള്ളിക്കുക. പംകിൻ അല്ലേ, pumpkin. പംകിൻ ലീഫിൽ ഇട്ട് പൊള്ളിക്കുക എന്നാണ് അമ്മുമ്മ ചെയ്യാൻ പോണത്. ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടില്ല. ബട്ട് apparently it's a very popular dish that അമ്മുമ്മ makes. So I'm really excited to try it. അതും എല്ലാം നമ്മൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ പറിക്കാൻ പോണേ. അപ്പോൾ that's very organic as well. So let's get going and stay tuned for more. ഇതാണ് നമ്മുടെ ഗാർഡൻ. യെസ്, ഇവിടെയാണ് അച്ഛനമ്മയുടെ കൃഷിയൊക്കെ. എന്തൊക്കെ ഉണ്ട് അമ്മ ഇവിടെ? നമ്മളെ ഇവിടെ മത്തൻ ഇവിടെ കുറെ ഉണ്ട് അല്ലേ, ഉണ്ടോ? ഇതാണ് ഫുൾ ഗാർഡൻ. ഇത് കണ്ടോ ഇന്നത്തെ ഹാർവെസ്റ്റ്. ഇതെന്താ അമ്മ? ഇതെന്താ? പല ടൈപ്പ് വെറൈറ്റി ഓഫ് പംകിൻ. അയ്യോ, ഇതൊക്കെ പംകിൻ, എല്ലാം പംകിൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പംകിൻ. കണ്ടില്ലേ? ഇതെടുക്കട്ടെ അതോ ഇതെടുക്കാം? എന്നിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. എത്ര എണ്ണം വേണം? നമ്മുടെ പംകിൻ ലീവ്സ് ആർ റെഡി. ഇനി നമുക്ക് പോയി ഫിഷ് ഫ്രൈ ചെയ്യാം. ഇതൊക്കെ ഇപ്പൊ അമ്മ പറിച്ചതാണ്, വെറൈറ്റി ഓഫ് പംകിൻസ് അല്ലേ. ഇത്രയും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഷോപ്പിൽ പോലും യു ഡോണ്ട് ഗെറ്റ് ഇതൊക്കെ അല്ലേ. ഇത് കണ്ടോ? This is a different kind. And then ഇതൊരു യെല്ലോ, ഇത് ഇങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സ്റ്റെം മാറ്റിയില്ലേ? കട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റെമ്മും കൂടിയാണ് ഞങ്ങൾ കട്ട് ചെയ്തത്. ബട്ട് ഇപ്പൊ നമ്മളത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യണം. ശരിക്കിത് കരിമീനൊക്കെയാണ് ഇങ്ങനെ പൊള്ളിക്കാൻ നല്ലത്. പക്ഷെ ഇവിടെ കിട്ടില്ല അല്ലേ കരിമീൻ? കിട്ടും, അതിന്റെ സ്റ്റോറിലുണ്ട്. ആണോ? ഇത്ര മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, ഉള്ളി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി. ഉപ്പ്, ഇത് ചെറുനാരങ്ങ നീരില്ലെങ്കിൽ വിനീഗർ ചേർത്ത് അരയ്ക്കുക. എന്നിട്ട് അതിൽ പുരട്ടിയിട്ട് 1 മണിക്കൂർ നേരം വെക്കണം. അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് പെപ്പറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും കുറച്ച് വിനീഗർ അല്ലെങ്കിൽ ലൈമും കൂടെ അരച്ചിട്ടുള്ള മീനാണ് ഇപ്പോൾ കാണിച്ചിരിക്കണേ. ഒരു പാനിൽ നല്ല കോക്കനട്ട് ഓയിൽ ചൂടാക്കുക. എന്നിട്ട് നമുക്ക് ഫ്രൈയിങ് പ്രോസസ്സ് തുടങ്ങാം. ഇനി ബാക്കിയുള്ള പ്രോസസ്സ് സിമ്പിളാണ് കേട്ടോ. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഓരോ ഇലയിൽ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ കീപ്പ് വാച്ചിങ്. ഓരോ പ്രാവശ്യം ഒരു ഇലയിലാണ് എടുക്കുക. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയും നമുക്ക് കഴിക്കാം. വാഴയിലയാണെ കളയല്ലേ. ഇത് വാങ്ങുന്ന പറ്റില്ല, നമ്മുടെ തോട്ടത്തിലുള്ളതാണല്ലേ പറ്റുള്ളൂ. ചൂടാവണം. നമ്മള് സ്ഥിരം വെച്ച് വെക്കുന്നു. ഇവിടെ ചോരം വെച്ചിരുന്നു.
ഇതായി വന്നിട്ട് കുറെ പ്രശ്നം. ഞാൻ നാളെ വെച്ച് തരാം. ഇനി അത് മറിച്ചിടാൻ പോകുന്നു. എല്ലാം ഇങ്ങനെ വാടുന്നതാണ് എൻ്റെ കണക്ക്. അപ്പോഴേക്കുള്ളൊരു വെന്തിട്ടില്ലേ? ആ എല്ലാം നല്ല ഫ്രൈ ആയിട്ട്. എല്ലാം ഇങ്ങനെ കരിഞ്ഞ് വരുമ്പോൾ സാധാരണ വാഴയിലാണ് ഇങ്ങനെ ചെയ്യുക. വാഴയില കഴിക്കാൻ പറ്റില്ല. അമ്മൂമ്മ എന്നോട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എടുത്ത് നോക്കൂ. ഒരു ചെറിയ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഓപ്പണിങ് അതിലേയും കൂട്ടി കഴിക്കുക. അത് ഇങ്ങനെ തന്നെ പൊട്ടിച്ച് കഴിക്കണം. ചൂടുണ്ടേ? ചൂടുണ്ട്, മുള്ളുണ്ടാവും. എങ്ങനെയുണ്ട്? സൂപ്പർ. കൊള്ളാം. എല്ലാം ടേസ്റ്റ് ഉണ്ട്. എരിവും. വാഴയുടെ ഇലയാണെങ്കിൽ നമ്മള് കളയല്ലേ, ഇതാകുമ്പോ നമ്മൾ കഴിക്കുക. ഞാൻ മുഴുവൻ കഴിച്ചു. അടിപൊളി അമ്മ. അടിപൊളിയായിട്ടുണ്ടേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പൊ ഒരു ബൈ പറഞ്ഞോളൂ അമ്മ. ബൈ. ബൈ.